എൻ്റെ ഫാദർ ടാറ്റ സ്റ്റീൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരൊറ്റ കമ്പനിയിലേ ജോലി ചെയ്തിട്ടുള്ളൂ. ഇത്രയും നല്ലൊരു കമ്പനി ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ കാലം ഞാൻ പറയുന്ന ഒരു 30-40 വർഷം മുമ്പ് തന്നെ ഈ കമ്പനിയുടെ വർക്ക് ലൈഫ് ബാലൻസ് അന്നും ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ 5 മണിക്ക് കൃത്യം എന്നും വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തും. സാറ്റർഡേ സൺഡേ ഓഫീസിൽ പോയിട്ടേ ഇല്ല. എല്ലാ സ്ഥലത്തും നല്ല ഒന്നാന്തരം ഫെസിലിറ്റീസാണ് കമ്പനി കൊടുക്കുന്നത്. ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, നല്ല മുട്ടം ബംഗ്ലാവ്, പിന്നെ നല്ല ശമ്പളം, കാറ്, ഡ്രൈവർ. ഞങ്ങൾ കുട്ടിക്കാലത്ത് തൊട്ട് കാറും ഡ്രൈവറും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരുടെ എംപ്ലോയീസിനെ നല്ല കാര്യമായിട്ട് അവർ നോക്കുമായിരുന്നു. അതാണ് എംപ്ലോയീസിൻ്റെ നല്ല ലോയൽറ്റി. ടാറ്റയിൽ കയറിയാൽ അവർ പോകത്തില്ല. എന്നാന്ന് വെച്ചാൽ അതുപോലെ സ്നേഹത്തോടാണ് അവർ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും ട്രീറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, ലോൺ കൊടുക്കാനാണേലും ശരി, എല്ലാ കാര്യത്തിലും. അപ്പനമ്മ ഇപ്പം എൻ്റെ അച്ഛൻ സ്ട്രോക്കായിട്ട് വന്നു കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എൻ്റെ ഫാദറിനും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലമായി. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ടാറ്റ കമ്പനിയിൽ നിന്ന് 5 ലക്ഷം എല്ലാ വർഷവും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് കിട്ടും. അങ്ങനെ അവർ നല്ലതായിട്ട് എംപ്ലോയീസിനെ സൂക്ഷിച്ച കാരണം അതുപോലെ നല്ലതായിട്ട് ജോലിയും ചെയ്യും. എൻ്റെ ഫാദറൊക്കെ എന്ത് ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ ടാറ്റ കമ്പനിയുടെ. എല്ലാവരും, ഡാഡി മാത്രമല്ല എല്ലാവരും സത്യസന്ധനായിട്ട് അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്ത് അവർ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഇൻസിഡൻറ്റ്. അന്നൊക്കെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കേമപ്പെട്ട ഒരു കമ്പനിയുമാണ്. സ്റ്റീലിനാണെങ്കിൽ ഭയങ്കര ക്ഷാമമുള്ള സമയത്താണ്. അപ്പോൾ എല്ലാം ബ്ലാക്കിലാണ് വിൽക്കുന്നത് ടാറ്റ. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയാലേ ഉള്ളൂ കെട്ടിടങ്ങൾ പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഫാദറിൻ്റെ സിഗ്നേച്ചർ വേണം. അന്ന് എന്നാന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർ അന്നും ഉണ്ടായിരുന്നല്ലോ. ഈ കറപ്ഷൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് 1970s. നമ്മളിപ്പോഴും പറയാമല്ലേ, ഇന്ദിരാഗാന്ധി തൊട്ടാണ് ഈ കറപ്ഷൻ അങ്ങ് തുടങ്ങിയത്. അന്ന് സഞ്ജയ് ഗാന്ധി ജീവിച്ചിരുന്ന സമയത്തായിരുന്നു ഒരു പ്രാവശ്യം എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് തന്നെ ഒരു സെറ്റപ്പ് ചെയ്തൊരു ബോഡിയുണ്ട്, ജോയിൻറ്റ് പ്ലാൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് സ്റ്റീൽ ബോഡിയുടെ ഹെഡായിട്ട് സ്റ്റീലിനെ കുറിച്ചുള്ള ഡിസിഷൻസ് മുഴുവൻ എടുക്കുന്നത്. എൻ്റെ ഫാദറായിരുന്നു അതിൻ്റെ ഹെഡായിട്ട് സെലക്ട് ചെയ്ത ഫാദറായിരുന്നു. അപ്പോൾ ഫാദറിൻ്റെ അനുവാദം ഇല്ലാണ്ട് സ്റ്റീൽ സാങ്ഷൻ ചെയ്യാൻ മേല. ഞങ്ങളന്ന് ഡൽഹിയിലായിരുന്നു. ഒരു പ്രാവശ്യം ഈ സഞ്ജയ് ഗാന്ധി എൻ്റെ ഫാദറിനെ വിളിച്ച് ഓഫീസിൽ പോയി കണ്ടു. പറഞ്ഞു ഇത്ര ടണ്ണ് സ്റ്റീൽ അത്യാവശ്യപ്പെട്ടു. എൻ്റെ ഫാദർ പറഞ്ഞു അത് തരാൻ പറ്റത്തില്ല, അങ്ങനെ ഓർഡർ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അത് അലൗഡ് അല്ല. അപ്പോൾ സഞ്ജയ് ഗാന്ധി എനിക്കറിയാവോ ഞാൻ ആരാന്ന്? ഫാദർ എനിക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ മകനാണ്, സഞ്ജയ് ഗാന്ധിയാണ്. പക്ഷേ നിങ്ങൾക്കും അറിയാം ഞാൻ ആരാന്ന്. ഞാൻ ജോയിൻറ്റ് പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. എനിക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റിയല്ല, അത് ഇല്ലീഗലാണ്. ഞാൻ ഈ ജോലി കയറിയിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഒരു ഓർഡർ സാങ്ഷൻ ചെയ്യാനല്ലെന്ന് പറഞ്ഞു. ഇതാണോ ഫൈനൽ ഡിസിഷൻ എന്ന് ചോദിച്ചു. എൻ്റെ ഫാദർ പറഞ്ഞു ഫൈനൽ ഡിസിഷനാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. സഞ്ജയ് ഗാന്ധി പോയി. പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി എൻ്റെ ഫാദറിനെ ഇട്ടുകൊണ്ട് വിരട്ടാൻ അനോണിമസ് ഫോൺ കോൾസ്, ലെറ്റേഴ്സ്, പിന്നെ ഗുണ്ടകൾ വീട്ടിലെത്തി. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മകൾ കോളേജിൽ പോകുന്നുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്, ഇത് ഞങ്ങൾക്കെല്ലാം അറിയാം, അവിടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ കൊച്ചിൻ്റെ തല ഒരു പാർസലിൽ വരും. ഫാദറിനോട് പറയുന്നതാണ്. ഫാദർ എന്നാ ചെയ്യാനാണ്? അപ്പോൾ ഫാദർ ഹെഡ് ഓഫീസിൽ ചെന്ന് റുസി മോഡിയാണ് ഇവിടെ മാനേജിങ് ഡയറക്ടർ. റുസി മോഡിയോട് പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാമെന്നുള്ളത് ഞാൻ ചെയ്തു, എനിക്ക് ഓർഡർ കൊടുക്കാൻ മേല, പക്ഷേ ഞങ്ങളുടെ ഫാമിലീനെ ഇട്ടുകൊണ്ട് ത്രട്ടൻ ചെയ്യുന്നു. ഫാദർ സമ്മതിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആ എമർജൻസി അങ്ങ് തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞ പിന്നെ ഫാദർ ആ എമർജൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഫാദർ നിശ്ചയിച്ചു ഇത് ഒരു നല്ലൊരു അവസ്ഥയല്ല, എന്നാന്ന് വെച്ചാൽ ഫുൾ കൺട്രോൾ അവർക്ക്. അപ്പം ഫാദർ ടാറ്റ സ്റ്റീലിനോട് പറഞ്ഞു, അത് അന്ന് ഡെപ്യൂട്ടേഷനായിട്ടാണ് ഡൽഹിയിലോട്ട് പോയിരിക്കുന്നത് ജോയിൻറ്റ് പ്ലാൻ കമ്മിറ്റിയിൽ. അപ്പോൾ ഫാദറിനോട് ടാറ്റ സ്റ്റീലിനോട് പറഞ്ഞു ഇനി ഇവിടുന്ന് ഞാൻ തിരിച്ച് കൽക്കട്ടയിൽ പോകുന്നതായിരിക്കും ഭേദം. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇവർ തീർച്ചയായിട്ടും ഇരുന്നുകൊണ്ട് ഒന്നുകൂടെ അവരിരുന്നുകൊണ്ട് വരട്ടും, അവർ ഫോഴ്സ് ചെയ്യും, അത് വേണ്ട, നമുക്കിത് പറ്റുന്ന പണിയല്ല, തിരിച്ച്. അപ്പോൾ അവരും മനസ്സിലാക്കി കൂടുതൽ അവിടെ നിന്നാൽ ഫാദറിന് ഒരു അപകടമേ ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു.
അങ്ങനെയായിരുന്നു അന്നും ഈ രാഷ്ട്രീയക്കാർ. അന്നാണ് ആദ്യം എൻ്റെ ഫാദർ അനുഭവിച്ചത് രാഷ്ട്രീയക്കാരന് ഉള്ള ഈ ത്രെറ്റ്സും പ്രഷേഴ്സും. പക്ഷേ ഫാദർ ഭയങ്കര ഫേമായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദർ എപ്പോഴും പറയായിരുന്നു, പിന്നെ നമ്മൾ കണ്ണാടി നോക്കി, എൻ്റെ ഫാദർ പറഞ്ഞു, പിന്നെ നമ്മൾ കണ്ണാടി നോക്കി എങ്ങനെ ഷേവ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ കോൺഷ്യൻസ് വേണം. അതുപോലെ തന്നെ ഈ 1975 എമർജൻസി വന്നപ്പോഴാണ് ഞാൻ കോളേജിലോട്ട് കയറുന്നത് മിറാൻഡ ഹൗസിൽ. ഭയങ്കര അതൊരു ശരിക്കൊരു ഹിസ്റ്റോറിക് മൂമെൻറ്റ് ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഈ എമർജൻസി എന്ന് പറഞ്ഞത് അത് ഡൽഹിയിലായിരുന്നു അതിൻ്റെ ഏറ്റവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് ഒത്തിരി ദൂരമല്ലേ, അപ്പം ഇവിടെ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു പൊതുവെ. എന്നാന്ന് വെച്ചാൽ ഇവിടെ ട്രെയിൻസ് എല്ലാം സമയത്തോടും പ്ലെയിൻ എല്ലാം കറക്റ്റായിട്ടോടും. അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുവെ ഒരു നല്ലൊരു അഭിപ്രായമായിരുന്നു. ഡൽഹിയിൽ അങ്ങനെയല്ലായിരുന്നല്ലോ. ഡൽഹിയിൽ ഉത്തർപ്രദേശ് ഈ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷനൊക്കെ വന്നായിരുന്നു, ഈ സഞ്ജയ് ഗാന്ധിയുടെ ഓരോ പ്രോഗ്രാം വന്നായിരുന്നു. അവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ലതായിട്ട് അനുഭവിച്ചു. ഭയങ്കര വിഷമമുള്ള കാര്യം ഇതുപോലത്തെ ഒരു ടിറനി. അത് ശരിക്കും നമ്മളിപ്പോഴൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സർക്കാരും ഈ എമർജൻസി പോലെ ആരും ഭരിച്ചിട്ടില്ല. അന്നൊക്കെ എല്ലാം സ്പൈസ് പോലെ എല്ലാവരും നമുക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ പോയി ചെന്ന് പറയും, പിറ്റേ ദിവസം പോലീസ് എത്തിയിട്ടുണ്ട് വീട്ടിൽ. അതുപോലത്തെ എത്ര പേര് നമുക്ക് അറിയാവുന്നവർ എത്ര പേര് ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ക്ലൈമറ്റ് ഓഫ് ഫിയർ ആയിരുന്നു അത്. ഒരു 1975 ജൂണിലാണ് അത് തുടങ്ങിയത്. മാർച്ച് ഓഫ് 1977 ഇലക്ഷൻസ്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 2 years ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതേസമയം ഈ ഓൾഡ് ഡൽഹിയിലായിരുന്നല്ലോ എൻ്റെ കോളേജൊക്കെ. അപ്പോൾ ഈ ഓൾഡ് ഡൽഹിയിലാണ് ഈ മുസ്ലിംസും പുവർ പീപ്പിൾ ഏരിയാസാണ് ഈ ഓൾഡ് ഡൽഹിയിൽ. അവിടെ ഈ സഞ്ജയ് ഗാന്ധി ചെയ്ത തെമ്മാടിത്തരം എൻ്റെ ദൈവമേ, ശരിക്ക് അന്ന് ഒരു പുള്ളിക്കാരൊരു വിചാരം, ഞാൻ ഇന്ദിരാഗാന്ധിയുടെ മകനാണ്, നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഭയങ്കര അധികാരം, ഭയങ്കര അഹങ്കാരം. സഞ്ജയ് ഗാന്ധിയുടെ ഒരു തീരുമാനമായിരുന്നു, ഇന്ത്യയിൽ ഒത്തിരി പിള്ളേരുണ്ട്, ഇനി പിള്ളേർ നമ്മൾ പോപ്പുലേഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺപിള്ളേരെ 16ഉം 18ഉം വയസ്സായ ആൺപിള്ളേരെ ഇട്ടുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. എന്നിട്ട് പത്രത്തിലൊന്നും വരുന്നില്ലല്ലോ, ഭയങ്കര സെൻസർഷിപ്പ് അല്ലേ, ഒരു ന്യൂസും ഇല്ല, എല്ലാം നല്ല പ്രൊപ്പഗാൻഡായാണ്, എല്ലാം നല്ല ശേലായിട്ടാണ് പോകുന്നത്, നല്ല ജോറായിട്ടാണ് നടക്കുന്നത്. ഫോറിനേഴ്സ് വന്ന് ഇത് പറയുന്നു മറ്റത് പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വലിയ ഗമയടിക്കുന്നു വരുന്നുണ്ട്. ആരും അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇന്ദിരാഗാന്ധിനെ തോൽപ്പിക്കുമെന്ന്. എന്നാന്ന് വെച്ചാൽ മനുഷ്യർ അതായത് എല്ലാ ഇലക്ഷനിലും നമ്മൾ കാണുന്ന നല്ല ഒന്നാന്തരം ഇലക്ഷൻ റിസൾട്ടാണ് കാണുന്നത്. എന്നാന്ന് വെച്ചാൽ പോളിറ്റിക്സാണ് ഏറ്റവും നമ്മളെ ബാധ്യപ്പെടുന്നത്, അത് പാവപ്പെട്ടവരാണ് ഏറ്റവും അനുഭവിക്കുന്നത്. അവർക്ക് ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് റിപ്പോർട്ട്സൊന്നും ആവശ്യമില്ല, അവർ ഡേ ടു ഡേ എക്സ്പീരിയൻസ് അല്ല അവർ അനുഭവിക്കുന്നത്. എല്ലാവരും അങ്ങോട്ട് എഗൻസ്റ്റായിട്ട് ആ വോട്ടങ്ങ് കൊടുത്തില്ലേ. അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ഈ ഇന്ത്യയിലെ ഡെമോക്രസി ഈസ് അവർ ഓൺലി വെപ്പൺ.